നമസ്കാരം. അഴിമതി നിയമവിധേയമാക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഉത്തരവിനെ അവഗണിച്ച SBIയെ പഞ്ഞിക്കിട്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചുവല്ലോ. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന SBIയുടെ അഭ്യർത്ഥന തള്ളി സുപ്രീം കോടതി ഒറ്റ ദിവസം കൊണ്ട് വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു SBIയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 26 ദിവസമായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കോടതി SBIയോട് തിരിച്ചു ചോദിച്ചു. വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ 30 വരെ സമയം വേണമെന്നായിരുന്നു SBIയുടെ ആവശ്യം. ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതി സുപ്രധാന വിധിയിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കുകയും സംഭാവനയുടെ വിശദാംശങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തത്. 2017-ൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ ചോദ്യം ചെയ്ത ഹർജിക്കാരിൽ ഉൾപ്പെട്ട അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കൂടുതൽ സമയം വേണമെന്ന SBIയുടെ അപേക്ഷയെ എതിർത്തിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശദാംശങ്ങൾ പരസ്യമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് SBIയുടെ അപേക്ഷ സമർപ്പിച്ചത് എന്ന് ADR ചൂണ്ടിക്കാട്ടി. എന്നാൽ കോർ ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്ത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഭരിക്കാൻ ബാങ്ക് ഒരു SOP പിന്തുടർന്നിട്ടുണ്ടെന്ന് SBIക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ പറഞ്ഞു. ഓർഡർ പാലിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി ആവശ്യമാണ്. ഞങ്ങൾ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മുഴുവൻ പ്രക്രിയയും തങ്ങൾക്ക് മാറ്റേണ്ടതുണ്ട് എന്നും ഒരു ബാങ്ക് എന്ന നിലയിൽ ഇത് ഒരു രഹസ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ബാങ്കിന്റെ ശാഖയിൽ ദാതാക്കളുടെ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിനെ നയിച്ച ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. സീൽ ചെയ്ത കവർ തുറന്ന വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് വിവരങ്ങൾ നൽകിയാൽ മതിയെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും പറഞ്ഞു. ആരാണ് ബോണ്ട് വാങ്ങിയത് എന്നതിനെ കുറിച്ച് മുഴുവൻ വിവരങ്ങളും എന്റെ പക്കലുണ്ട്. എവിടെ നിന്നാണ് പണം വന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടി എത്ര തുകയ്ക്ക് ടെൻഡർ ചെയ്തു എന്നതിന്റെ മുഴുവൻ വിശദാംശങ്ങളും എന്റെ പക്കലുണ്ട്. വാങ്ങുന്നവരുടെ പേരും ഇപ്പോൾ നൽകണം, പേരുകളുണ്ട്. ബോണ്ട് നമ്പറുകൾ ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്യാം എന്നായിരുന്നു ഇതിന് സാൽവെ പറഞ്ഞ മറുപടി. എന്നാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിവരങ്ങൾ പൊരുത്തപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കോടതി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ അതിന് സമയം തേടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. SBIയിൽ നിന്ന് ഒരു പരിധിവരെ ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേറ്റുകളുമായുള്ള അവിശുദ്ധ ബാന്ധവത്തിലൂടെ ഇറക്കിയ ബോണ്ടുകളിൽ ഒട്ടുമുക്കാലും സ്വന്തമാക്കിയ ഭരണകക്ഷിയായ BJPയും ഇരുചവയ്യറിയാതെ അവർക്ക് പണം കൊടുത്ത കോർപ്പറേറ്റുകളുമാണ് സുപ്രീം കോടതിയുടെ കടുത്ത തീരുമാനത്തിൽ വെട്ടിലായത്. 7000 കോടിയോളം രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJP സ്വന്തമാക്കിയതെന്നും ആ വിവരം തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വന്നാൽ അത് ദോഷം ചെയ്യുമെന്നും ഭയന്ന BJP ബാങ്ക് അധികാരികളിൽ ചെലുത്തിയ സമ്മർദ്ദമാണ് രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഉടൻ പണം സംബന്ധിച്ച കണക്ക് ഹാജരാക്കണം എന്ന് വിധിച്ചതോടെ BJP വെട്ടിലായിരിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തം വഴി സമാഹരിച്ച പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാമെന്ന BJP ചിന്തയ്ക്കാണ് സുപ്രീം കോടതി കൂട്ടിട്ടിരിക്കുന്നത്. എന്തായാലും വാങ്ങിയ പണത്തിന്റെ കണക്ക് BJPയെ കൊണ്ട് പറയിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.